ഷിരൂരിൽ ഡ്രഡ്ജിംഗ് കമ്പനി നടത്തിയ തെരച്ചിലിൽ ലോകഭാഗം കണ്ടെത്തി. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഇതുവരെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങിയില്ല. അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും നമ്മളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം, അധികൃതർ സഹകരിക്കുന്നില്ല എന്ന നിലപാടുമായി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ രംഗത്ത് വന്നു. ഇതാണ് അവരുടെ പരിപാടിയെങ്കിൽ നാളെ ഷിരൂർ വിട്ടുപോകും, ദൗത്യം ഉപേക്ഷിക്കും താൻ എന്ന രീതിയിൽ അദ്ദേഹം അല്പം മുമ്പ് 24 സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഷിരൂരിൽ ഗംഗാവലിക്ക് പുഴയ്ക്ക് സമീപം ഉണ്ടാകുന്നത്. തെരച്ചിൽ നടത്താൻ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പരാതി പറഞ്ഞത്. ഒരുപക്ഷെ ഇതാണ് രീതിയെങ്കിൽ ഇതാ നിസ്സഹകരണം തുടരുകയാണ് ണെങ്കിൽ തനിക്ക് ഷിരൂർ വിട്ടുപോകേണ്ടി വരും. താൻ ആരുടെയും പണം വാങ്ങുന്നില്ല, ഈവൻ ചെലവുകൾക്ക് പോലും പണം വാങ്ങുന്നില്ല, ഒരു താമസ സ്ഥലം മാത്രമേ നൽകുന്നുള്ളൂ. ഈ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പരാതികൾ ഇന്ന് വളരെ വിപുലമായി അദ്ദേഹം പറയുന്നത് കേട്ടു. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അലക്സ്, ഒരുപക്ഷെ ഈശ്വർ മാൽപേ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഗംഗാവലി പുഴയുടെ അഗാധങ്ങളിൽ എവിടെയോ അർജുൻ്റെ ലോറി അമർന്നു കിടക്കുന്നു എന്ന വിശ്വാസത്തിൽ അദ്ദേഹം മുങ്ങിത്തപ്പാൻ തീരുമാനിച്ചാണ് ഇന്നും അവിടെ എത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് ഈ തെരച്ചിലിന് അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല അധികൃതർ എന്ന പരാതി പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SK പരാതി പറഞ്ഞതിന് ശേഷമാണ് ഈശ്വർ മാൽപേ ഈ CP3 എന്ന് പറയുന്ന കോൺടാക്ട് പോയിന്റ് 3-ൽ അദ്ദേഹം ഈ അടിത്തട്ടിലേക്ക് എത്തി പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ തടിക്കഷ്ണങ്ങളുടെ ഭാഗം, അതായത് ഈ ലോറിയിൽ നിന്നുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളുടെ ഭാഗം എന്ന് അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഏതാണ്ട് 10 തടിക്കഷ്ണങ്ങളുടെ ഭാഗം അടിത്തട്ടിലുണ്ട് എന്നാണ് മാൽപേ പറയുന്നത്. ഒപ്പം ഒരു ആക്റ്റീവ സ്കൂട്ടറും അടിത്തട്ടിലുണ്ട് എന്ന് പറയുന്നു. അതിന്റെ അനുമാനം ഈ പ്രദേശവാസികളും ഒപ്പം ഈ തീരത്ത് നിൽക്കുന്നവരും പറയുന്ന അനുമാനം ലക്ഷ്മണിന്, അതായത് ഈ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണിന് ആക്റ്റീവ സ്കൂട്ടർ ഉണ്ടായിരുന്നു, അത് അദ്ദേഹത്തിന്റെ സ്കൂട്ടർ ആകാം എന്ന് അനുമാനിക്കുന്നു. അങ്ങനെ അത് രണ്ടും കണ്ടതായി അദ്ദേഹം ഉയർന്നു വന്നതിന് ശേഷം പറയുകയാണ്, അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. അത് അദ്ദേഹം അധികൃതരോട് എന്താണെങ്കിലും പറയും. തൊട്ടപ്പുറത്ത്, അത് ഈശ്വർ മാൽപേ അല്ലാതെ മറ്റൊരു ഡൈവർമാരുടെ സംഘവും ഇന്ന് ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഇറങ്ങി മുങ്ങിത്താനുള്ള പരിശോധന നടത്തുന്നുണ്ട്. അത് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാരാണ്. ആ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ നടത്തിയ പരിശോധനയിലും ഒരു ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അത് CP4 പോയിന്റിൽ നിന്നാണ് ആ ലോഹഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. കോൺടാക്ട് പോയിന്റ് 4, അതാണ് അത്യാവശ്യം നല്ല സിഗ്നൽ കിട്ടിയ ഒരു പ്രദേശം. ആ പ്രദേശത്ത് അതിന്റെ ഒരു 30 മീറ്റർ ചുറ്റളവിൽ കാര്യമായ പരിശോധന നടത്തണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അവിടെയാണ് അല്പം മുമ്പ് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ ഇറങ്ങി പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഒരു ലോഹഭാഗം കണ്ടെത്തിയെന്ന് പറയുന്നത്. അത് ഏത് വാഹനത്തിൻ്റെതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ രണ്ട് സംഘം ഡൈവർമാർ, ഈശ്വർ മാൽപേയും ഒപ്പം അവരും നടത്തിയ പരിശോധനയിൽ അടിത്തട്ടിലുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇനി എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം അധികൃതരാണ് പറയേണ്ടത്. മാൽപേ പറഞ്ഞത്, മാൽപേ ഇന്ന് CP4-ൽ ഇറങ്ങി പരിശോധന നടത്താൻ എത്തിയതാണ്. അവിടെ അദ്ദേഹത്തോട് ഇറങ്ങണ്ട എന്ന് ഡ്രഡ്ജിംഗ് കമ്പനി അധികൃതർ അദ്ദേഹത്തോട് ചട്ടം കെട്ടി. തുടർന്നാണ് അദ്ദേഹം വളരെ വിഷമത്തോടെ, നിരാശയോടെ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തോട് ഈ സമീപനം തുടരുകയാണെങ്കിൽ അദ്ദേഹം നാളെ നാട്ടിലേക്ക് മടങ്ങും, ഷിരൂരിൽ നിന്ന് മടങ്ങുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത് താൻ 1 രൂപ പോലും പണം വാങ്ങാതെ, സർക്കാരിൽ നിന്ന് കൈപ്പറ്റാതെയാണ് താനും തന്റെ സംഘവും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അർജുനടക്കം 3 പേരെ കണ്ടെത്താനുണ്ട്. അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കേണ്ടതുണ്ട്. ആ ആത്മാർത്ഥതയിലാണ് താൻ ഈ ജോലി ചെയ്യുന്നത്, ഈ ജോലിയിൽ ഏർപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. IB-യിൽ താമസം ഒരുക്കുകയല്ലാതെ മറ്റൊരു സംവിധാനവും സർക്കാർ ഒരുക്കി നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. 1 ലക്ഷം രൂപ അദ്ദേഹം ഈ ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 9.5 നോട്ട്സ് വേഗതയുള്ളപ്പോഴും 6.5 നോട്ട്സ് വേഗതയുള്ളപ്പോഴും ഈ പുഴയിൽ ഇറങ്ങിയത് അദ്ദേഹം മാത്രമാണ്. അന്ന് മറ്റൊരു ഡൈവർമാരും ഈ നദിയിലേക്ക് ഇറങ്ങിയിരുന്നില്ല. അന്ന് ഇറങ്ങിയ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇവിടെ പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ തടയുന്നത്. 2 തരം നീതി കാണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അതിൽ മാറ്റമുണ്ടാകണം. അതല്ല എങ്കിൽ ആ സമീപനം തുടർന്നാൽ നാളെ അദ്ദേഹം ഇവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങും, ഷിരൂർ വിടും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്പം മുമ്പ് നമ്മൾ അർജുന്റെ സഹോദരിയോടും അർജുന്റെ സഹോദരി ഭർത്താവിനോടും നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക ഈ ഡ്രഡ്ജർ, അതായത് വളരെ കഷ്ടപ്പെട്ട് പണിപ്പെട്ടിട്ടാണ് ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് ഇവിടെ എത്തിച്ചത്. ആ ഡ്രഡ്ജർ സമയബന്ധിതമായി കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്താൻ ഉപയോഗിക്കണം, വിന്യസിക്കണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ മാത്രമേ ആ വാഹനത്തെക്കുറിച്ച്, അർജുന്റെ വാഹനത്തെക്കുറിച്ച്, ട്രക്കിനെ കുറിച്ചൊരു സൂചന ലഭിക്കുകയുള്ളൂ എന്നൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. CP4 കേന്ദ്രീകരിച്ച് കാര്യമായ പരിശോധന നടത്തണം. ഒരു മെല്ലെപ്പോക്ക് ഈ ഡ്രഡ്ജിങ്ങിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്. ആ കുടുംബം പറയുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം മുതലൊക്കെ ഇവിടെയുണ്ട്, അവർ അത് കാണുകയും ചെയ്യുന്നുണ്ട്. സ്കേൻ അവരുടെ പരാതി അതാണ്. ആ ഡ്രഡ്ജിങ് കൂടുതൽ കാര്യക്ഷമമാക്കണം. കാരണം അതിന്റെ സമയപരിധി വളരെ കുറവാണ്. ആ സമയപരിധിക്കുള്ളിൽ തന്നെ, കാരണം ലക്ഷങ്ങൾ മുടക്കി, ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് അടുത്ത് മുടക്കിയാണ് ആ ഡ്രഡ്ജറിനെയും ആ ഡ്രഡ്ജിംഗ് വെസലിനെയും ഇവിടെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ആ സമയപരിധിക്കുള്ളിൽ കണ്ടെത്താനാകുന്ന പരമാവധി കാര്യങ്ങൾ കണ്ടെത്താനാകണം. അത് ആ വാഹനത്തെ പറ്റി എന്തെങ്കിലും സൂചന ലഭിക്കുകയാണെങ്കിൽ
അത് അത്രയും നല്ലത് എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ഈ തീരത്ത് നിന്ന് പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് അടിത്തട്ടിൽ ഇറങ്ങിയുള്ള പരിശോധനയിൽ മാൽപ്പെ നടത്തിയ പരിശോധനയിൽ തടിക്കഷ്ണങ്ങൾ ഏതാണ്ട് 10ഓളം തടിക്കഷ്ണങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. CP3 പോയിന്റിൽ ഒപ്പം ഒരു ആക്റ്റീവ സ്കൂട്ടറും അദ്ദേഹം കണ്ടെത്തിയതായി പറയുന്നുണ്ട്. ഒപ്പം CP4 പോയിന്റിൽ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ നടത്തിയ പരിശോധനയിൽ ഒരു ലോഹഭാഗവും കണ്ടെത്തിയിട്ടുണ്ട്. താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.